നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. (2013) റിലീസായ ജൈത്രയാത്ര എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാർക്കൂന്തലഴിഞ്ഞെളിയിൽ. പ്രസിദ്ധ സംഗീത സംവിധായകന ജെറി എം എൽ ദേവാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്കും നമുക്ക് വേണ്ടി ഇന്നിവിടെ പാടിയിരിക്കുന്നതും വിൽസൺ ബെർവൻ തന്നെയാണ്. ഈ ബൈബിളിലെ ഈ കഥ മറ്റ് കവിതകളിലൂടെ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ ജെറി എം എൽ ദേവിൻ്റെ ഒരു മാജിക്കിലൂടെ വേറൊരു സ്റ്റൈലിൽ ഇത് വന്നപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു വെച്ചത്. ഈ മനോഹര രചനയ്ക്ക് അച്ഛന് ഈ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ സംഭവം വേറൊരു കവിതയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ അവതരണവും ഈ അവതരണവും തമ്മിൽ വളരെ വ്യത്യാസത്തിലാണ്. ഇത് ട്യൂണിലോട്ട് എഴുതിയാണോ ചാദ്യോ? എങ്ങനെയത്? അല്ല, ഇത് ഞാൻ എഴുതി, അദ്ദേഹം അല്പം ഒന്ന് ഭേദപ്പെടുത്തി വീണ്ടും ഞാൻ അല്പം പരിഷ്കരിച്ചു. ആ രീതി വന്നു. ഈ വാർക്കൂന്തലഴിഞ്ഞെളിയിൽ ആ തനി നാടൻ പ്രയോഗം ഇതിനകത്ത് വരാനുണ്ടായേക്കാ സാഹചര്യത്തെ ഒന്ന് വിശദീകരിക്കാമോ? ഇതൊരു സംഭവമാണല്ലോ. അതെ. അപ്പം യേശു യാത്ര ചെയ്ത് ക്ഷീണിച്ച് യാക്കോബിൻ്റെ കിണറ്റങ്കര ഇരിക്കുന്നു. പക്ഷെ വെറുതെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലായിരുന്നു. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അവന് ഈ പറയുന്ന സ്ഥലത്തൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ലക്ഷ്യമുണ്ടായിരുന്നെന്നാണ് അതിനകത്ത് മനസ്സിലാകുന്നത്. ഈ വെള്ളം കോരാൻ വരുന്ന ഒരു പാപിനിയായ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഒന്ന് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഈശോ അവിടെ ഇരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈശോ ആ കിണറ്റിനകര ഇരിക്കുകയാണ്. അവിടെയും ഒരു കൗതുകകരമായൊരു കാര്യമുണ്ട്. ഈശോ തന്നെ ഇരിക്കുന്നത്, ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാവരും പട്ടണത്തിലേക്ക് പോകണം പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്കുള്ളത് കൊണ്ടുവന്നാവെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു കൂട്ടിന് ഒരാളെ ഇരുത്താം. കാരണം ഈശോയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ. പക്ഷേ ആരെയും കൂടെ ഇരുത്താതെ എല്ലാവരെയും പറഞ്ഞു വിട്ട് ഈശോ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യുവാവായ ഈശോ അവിടെ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വഭാവം വെച്ച് അവൾക്കത് ഒരു രസകരമായ കൗതുകകരമായൊരു അനുഭവമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളെ ഈശോ ആ രീതിയിൽ കൂടി വേറൊരാളും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ വെള്ളം കോരാൻ വന്നെന്ന് വരികയില്ല. ഇവിടെ ഒരു സ്വകാര്യത ഉണ്ടല്ലോ. ഉണ്ട്. സത്യത്തിൽ ആ സ്വകാര്യത ഈശോ അങ്ങേറ്റം പാലിക്കുന്നുണ്ട്. കാരണം അവളോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കേൾക്കണ്ട. അവളുടെ ജീവിതത്തിലേക്ക് ഈശോ വെളിച്ചം വീശുമ്പോൾ ആ രഹസ്യങ്ങളൊന്നും ആരും അറിയണ്ട. മാത്രമല്ല അവളുമായിട്ട് ഈശോയ്ക്കൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് തനിച്ചിരിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവളെ ഈശോ നോക്കുമ്പോൾ വാർകൂന്തലഴിഞ്ഞ് എളിയിൽ നീരേറ്റുകയാണ് എന്ന് പറഞ്ഞാൽ കുടം എളിയിലേക്ക് എടുത്തു വെക്കുക. അപ്പോൾ ഒരു ചിത്രം, ആ പെൺകുട്ടിയുടെ ഒരു ചിത്രം, മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നു, സുന്ദരിയാണ്, ഇളം കുരുവിയാണ്. അപ്പോൾ ഇങ്ങനെ നീരേറ്റം ഇളം കുരുവി എന്ന് ഈശോ സംബോധന ചെയ്യുന്നു. ഈശോ ഒരു കൗതുകകരമായൊരു സംബോധന. ഈശോ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നല്ലോ. ആ പൂർണ്ണ മനുഷ്യനിൽ തീർച്ചയായിട്ടും നർമ്മവും അതുപോലെയുള്ള വാത്സല്യവും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ വാർകൂന്തലഴിഞ്ഞ് ഒരവസ്ഥ, എളിയിൽ നീരേറ്റുന്ന ഒരു പെൺകുട്ടി അവളോട് ചോദിക്കുകയാണ്, ദാഹിച്ചു വരുന്ന ഒരാളാണ് ഞാൻ, എനിക്കല്പം ഇറ്റ് ജലം എനിക്ക് തരുമോ? അവിടെ ഭഗിനി എന്നും ഒരു പ്രയോഗമുണ്ട്. ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഞാനത് പ്രയോഗിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈ ചണ്ടാല ഭിക്ഷയിൽ ഇതുപോലെ ഒരു രംഗമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഭഗിനി എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുമുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പ്രയോഗം തന്നെ എടുത്തിവിടെ ഇട്ട. അതുകൊണ്ടാണ്. മറ്റേ പാട്ട് അച്ഛൻ ഓർക്കുന്നുണ്ടല്ലോ, പ്രസിദ്ധനായ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പാവലച്ചൻ എഴുതിയ. അതെ, നട്ടുച്ച നേരത്ത്. അതെ അതെ. പക്ഷേ ആ സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും
ഇതിൻ്റെ ക്രിയേഷനിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ആ കവിയുടെ ക്രാഫ്റ്റിൻ്റെ വ്യത്യാസമുണ്ട്, നിരീക്ഷണത്തിൻ്റെ വ്യത്യാസം. ഞാൻ വേറൊരു കാഴ്ചപ്പാടല്ല അതിനെ കാണുന്നത്. ഒരു സംഭവം പച്ചയ്ക്ക് പറയുക മാത്രമല്ല, ഈ സംഭവത്തിലൂടെ കർത്താവ് എന്താണോ ഉദ്ദേശിച്ചത് അത് ഒരു സന്ദേശമായിട്ട് ഈ കേൾവിക്കാർക്ക് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത്. നമുക്കിതിൻ്റെ പല്ലവി ഒന്ന് കേട്ട് നോക്കാം. വാർകൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി. വാർകൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി. ഈ പാട്ടിൽ ഈ റിഥം ഉപയോഗിച്ചപ്പോൾ ഒരു എന്നാ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഒരു ചെറിയൊരു നടത്തവും കൂടെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ നടത്തം അവിടെ ഇല്ല. യേശു അവിടെ എന്നാ വെള്ളം ചോദിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ആ പാട്ടിൽ ലിറിക്സ് അതിനകത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതുമായിട്ട് ഭയങ്കര സന്തോഷമാണ്. നമുക്കത് സിറ്റുവേഷൻ കറക്റ്റാണ്. അപ്പോൾ അത് ഈ എഴുതി രണ്ടാമത് വല്ലതും റീറൈറ്റ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? പക്ഷേ ഈ സിറ്റുവേഷൻ മാറാനായിട്ട് ഇല്ല. ഇത് ഈ ഒരു സാഹചര്യത്തെ ഈ ഒരു സിറ്റുവേഷൻ വാക്കിലൂടെ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ ഉണ്ടായിട്ടുള്ളൂ. ഈ വെള്ളം കോരുക, അതൊരു വെള്ളം കൊണ്ടുപോവുക, നടന്നു വരുന്ന ആ ഒരു ഫീലിങ്, അത് വെള്ളം കോരലിൻ്റെയും വെള്ളവുമായി പോകുന്നതിൻ്റെ വരുന്നതിൻ്റെ ഒക്കെ ഒരു ഫീലിങ് ഉണ്ട്. ആ ചലനത്തിൻ്റെ നല്ലൊരു ഫീലിംഗ് എന്നുവെച്ചാൽ ഒരു കിണറിൻ്റെ പശ്ചാത്തലം അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഈ കെ.കെ. മാസ്റ്റർ ട്യൂണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ട്യൂൺ വന്നതുകൊണ്ട് ഇതിന് ലിറിക്സിന് ഇച്ചിരൂടെ പ്രൊജക്ഷനുണ്ട്. വാർകൂന്തലഴിഞ്ഞു എന്നുള്ള ആ ലിറിക്സിന് ഇച്ചിരൂടെ പ്രൊജക്ഷനുണ്ട്. പച്ചയ്ക്ക് വെറുതെ ആ സംഭവം അങ്ങ് വരയ്ക്കല്ല, അതിനെക്കുറിച്ചുകൂടെ ഒരു നിറക്കൂട്ടോടെ വർണ്ണിക്കുകയാണ്. ഈ ജൈത്രയാത്ര എന്ന ഈ ആൽബത്തിൻ്റെ ഉദ്ദേശം വേറെ ഉണ്ടല്ലോ. ജൈത്രയാത്ര എന്ന കാസറ്റിലൂടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിലൂടെ ഒരു ആൽബമാണത്. മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയും ക്ഷണികതയും ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് അതിനകത്ത് പൊതുവെയുള്ളത്. അതേ സന്ദേശം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഈശോ വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായ മനുഷ്യൻ്റെ ആവശ്യമാണല്ലോ വെള്ളം. അതെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ എപ്പോഴും സ്വാഭാവികമായ ആവശ്യങ്ങളുടെ പറയുക. ഈ സ്ത്രീയും സ്വാഭാവികമായ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പുറകെ നടന്നുള്ള അതിനൊക്കെയുള്ള ദാഹം മനുഷ്യനുണ്ട്. അപ്പോൾ ഈ ദാഹവും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും ആ ദാഹവും തമ്മിൽ ഈശോ എന്ന് ബന്ധിപ്പിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പം സ്വാഭാവിക മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, ആ ദാഹത്തിനപ്പുറം മനുഷ്യനൊരു ദാഹം ഉണ്ടാകണം. ദാഹം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടണം. ഇന്ന സ്ഥലത്ത് അത് ഉണ്ടെന്ന് അറിയുകയും വേണം. ഇത് രണ്ടും ഉണ്ട്. ഇപ്പം ശരീരത്തിൽ ദാഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജലാംശം തീരെ ഇല്ല എന്നൊരു തിരിച്ചറിവല്ലേ. അതെ. എന്ന് പറയുന്ന പോലെ ആത്മീയതയുടെ കുറവിനെ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോഴാണ് ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകുന്നത്. ആരോഗ്യം എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോഴാണല്ലോ രോഗി ആരോഗ്യത്തിന് വേണ്ടി ദാഹിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവ് അവിടെ ചെയ്യുന്നത് ഈ സ്ത്രീയുടെ സ്വാഭാവികമായ ജീവിത ചക്രങ്ങളിലേക്ക് നോക്കിയിട്ട് അവളുടെ ദാഹത്തെ കാണിച്ചിട്ട് ഈ ദാഹം പോരാ, ഈ വെള്ളം കുടിക്കുന്നതിന് വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല, അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന് പറഞ്ഞ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് അവളുടെ ചിന്തയെ ഒന്ന് തിരിച്ചുവിടുക ചെയ്യുന്നത്. അത് ഇപ്പോൾ അത് ക്ലിയർ ആയി വെച്ചോ. നമുക്കിതിൻ്റെ അനുപല്ലവികളൊന്ന് കേട്ടു നോക്കാം. നീ നൽകുമൊരി കുടിനീർ ദാഹത്തെ അകറ്റില്ല, ഞാൻ നൽകും സ്നേഹജലം തീർക്കും നിൻ പൈതാഹം
നൽകുമൊരി കുടിനീർ ദാഹത്തെയകറ്റില്ല. ഞാൻ നൽകും സ്നേഹജലം തീർക്കും നിൻ പൈതാഹം. നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികെ നീരിട്ടു തരൂ ഭഗിനി. വെള്ളം മേടിച്ച് ഈശോ കുടിച്ചു കഴിഞ്ഞിട്ട് അവളോട് ഒരു സംഭാഷണത്തിലേക്ക് കടന്നു വരികയാണ്. ആ സംഭാഷണത്തിൽ അവിടുന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ ആഗ്രഹങ്ങളും ദാഹങ്ങളും ശമിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. ഈ വെള്ളം കുടിക്കുന്നതിന് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ആ വെള്ളത്തെക്കുറിച്ച് അപ്പോൾ അവളിലൊരു കൗതുകം ഉണരുകയാണ്. അങ്ങനെ ഒരു വെള്ളം. അപ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തിലേക്ക് അവളെ ഒന്ന് ഉണർത്തുകയാണ്, അല്ലെങ്കിൽ ആ കവാടം ഒന്ന് തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. നമുക്കിത് കാണാൻ സാധിക്കും. അവളുടെ പിന്നീടുള്ള അവളുടെ ആ ചലനത്തിലും സംസാരത്തിലും ഒക്കെ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് അവൾ കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്. നീ ഒരു പ്രവാചകനാണെന്ന് അന്നേരം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആദ്യം ഒരു സാധാരണക്കാരനായ ഒരു വഴിപോക്കനായിരുന്നു, പിന്നെ ഒരു മാന്യനായിരുന്നു. ഇപ്പോൾ ഒരു പ്രവാചകനായിട്ടാണ് അവൻ ഈശോയെ കാണുന്നത്. അപ്പോൾ അതാണ്, ഞാൻ നൽകും ദാഹജലം തീർക്കും നിൻ പൈതാഹം. പൈതാഹം എന്ന പ്രയോഗത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? പൈതാഹം എന്ന ഇതിൽ പല പാട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷനുള്ള ഒരു ഏർജല്ലേ ചോദ്യം? തീർച്ചയായിട്ടും. പശി വിശപ്പാണല്ലോ, ദാഹം. എല്ലാ തരത്തിലുമുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ ഒരാൾ കഴിയുമ്പോൾ അത് വെറും ഒരു ആത്മീയാനന്ദം മാത്രമല്ല, ശാരീരിക മേഖലയിലേക്കും അത് വ്യാപിച്ചു നിൽക്കും. എല്ലാ തരത്തിലുള്ള ദാഹത്തെ, വിശപ്പിനെയും ഒക്കെ അത് മാറ്റും. നിത്യജീവനിലേക്ക് നിറക്കളിക്കുന്ന അരുവിയായിട്ട് അത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഈശോ അവളിലേക്ക് ഒരു ചിന്ത കൊടുക്കുന്നത്. അത് പയ്യെ അവളിൽ അത് സ്വീകാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം സാധാരണ ജലത്തെ പറ്റിയും അതിൻ്റെ ദാഹത്തെ പറ്റിയും സംസാരിച്ച് മെല്ലെ ഈശോ അങ്ങോട്ട് കിടക്കാം. ഒറ്റയടിക്ക് അങ്ങ് പറയല്ല. അവളുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അല്പം വെള്ളം ചോദിച്ചു. അവിടെ സമറിയക്കാരിയാണ്. അപ്പോൾ സമറിയക്കാരി അതിശയിക്കുകയാണ്. കാരണം എന്താ? യഹൂദനൊരിക്കലും ഒരു സമറിയക്കാരിയോട് വെള്ളം ചോദിക്കില്ല. കാരണം യഹൂദരുടെ നോട്ടത്തിൽ സമറിയക്കാർ അധകൃതരാണ് എന്ന് പറഞ്ഞാൽ അവരെ അകറ്റി നിർത്തേണ്ടവരാണ്. അടുത്ത് നിൽക്കുന്നത് പോലും മോശമാണ്. തീണ്ടലും തൊടിയിലും എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനമൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ അകറ്റിയിട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അവരുടെ ആ കുലം തന്നെ ശുദ്ധി നഷ്ടപ്പെട്ട കലർപ്പുള്ള ഒരു കുലമായിട്ടാണ്. അപ്പോൾ യഹൂദന്മാരൊരിക്കലും അവരുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല. ഈ സമറിയക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ശൈലിയാണത്. ഉദാഹരണത്തിന് ഈശോയെക്കുറിച്ച് തന്നെ ഒരിക്കലും അവർ പറയുന്നുണ്ട്, നീ ഒരു സമറിയക്കാരനാണെന്ന് ഞങ്ങൾക്കറിയാം. ഈശോ സമറിയക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നല്ല, നീ ഒരു മോശം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവികളുടെ കൂട്ടത്തിൽ കൂട്ടുകൂടുന്നു. ഈശോ ഏറ്റവും കൂടുതൽ ഉപമകൾ പറഞ്ഞിട്ടുള്ളതും ഇവരെ നസ്രായക്കാരനും നസ്രായക്കാരിയെ പറ്റിയൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ സമറിയക്കാരനെ കുറിച്ച് പറയാൻ കാരണം അന്നത്തെ യഹൂദരുടെ ചിന്തയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി നോക്കിയിട്ട് അവനിലെ നന്മ നോക്കിയിട്ട് ഒരാളെ വിധിക്കാൻ അയച്ചു പറയുന്നത്. ഉദാഹരണത്തിന് പുരോഹിതൻ വീണ് കിടന്ന ആ സാധുവിനെ നോക്കാതെ കടന്നുപോയി. പക്ഷേ സമറിയക്കാരൻ വന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമറിയക്കാരൻ്റെ ആ പ്രവൃത്തി വളരെ മൂല്യമുള്ളൊരു പ്രവൃത്തി, സ്നേഹം ഉള്ള ഒരു പ്രവൃത്തി, ദൈവികമായൊരു പ്രവൃത്തി. ജനിച്ച കുലം വിട്ട് ആ കുലത്തിന് അതീതമായിട്ടൊരു വ്യക്തിയെ കാണണം. ഇവിടെ ജാതി വർണ്ണവർഗങ്ങളൊക്കെ ഓരോരുത്തരും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യം കൽപ്പിക്കുന്നു. അങ്ങനെ പാടില്ല എന്നാണ് അതിലൂടെ ഈശോ പറയുന്നത്. നീ കൊള്ളരുതാത്തവനെന്ന് കരുതി, വില കുറഞ്ഞവനെന്ന് കരുതി, സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവനെന്ന് കരുതി മാറ്റിയിട്ടിരിക്കുന്ന സമറിയക്കാരനാണ് നിന്നേക്കാൾ
നിന്നേക്കാൾ നല്ല സ്വഭാവമുള്ളവെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈശോ അവിടെ കൊണ്ടുവരുന്നത്. ഏതൊരു മനുഷ്യനും നല്ലവനാകാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ. മൂലക്കല്ലാക്കി എടുക്കും. അതെ. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ട് നോക്കാം. വിശ്വാസവരം ചൊരിയും ഈ ദിവ്യവചോ മധുരം ഉൾക്കൊണ്ടാൽ മൃത്യുവിടും ജീവൻ പകരം നിറയും വിശ്വാസവരം ചൊരിയും ഈ ദിവ്യവചോ മധുരം ഉൾക്കൊണ്ടാൽ മൃത്യുവിടും ജീവൻ പകരം നിറയും നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികെ നീരേറ്റു തരൂ ഭഗിനി. ഇവിടെ വിശ്വാസവരം ലഭിക്കുന്നത്, വിശ്വാസം ഒരു വരമാണ്. ആ വരം ലഭിക്കുന്നത് ഈ വചോമധുരം നുകരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിർഗളിക്കുന്ന വാക്കുകൾ, സുവിശേഷമായ വാക്കുകൾ കേട്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വിശ്വാസം എന്ന ദാനം നിനക്ക് കിട്ടുന്നത്. വിശ്വാസം വഴിയാണ് കൃപ കിട്ടുന്നത്. ഈ കൃപയാണ് മരണത്തിനെ അതിശയിക്കുന്ന ഒരു ജീവൻ നിനക്ക് തരുന്നത്. അപ്പോൾ ഈ വചനം കേട്ട്, അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാകുന്ന ജലം സമൃദ്ധമായിട്ട് നീ സ്വീകരിക്കണമെന്നുള്ള വേറൊരു ആശയം കൂടി ഇവിടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ, അല്ലെങ്കിൽ അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തിയവൻ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അയാൾ എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ, അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുവിശേഷം കേൾക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷമാണ് അവളെയും ഈശോ കേൾപ്പിക്കുന്നത്. അങ്ങനെ ആ സുവിശേഷം കേട്ട് നിന്നിൽ നിന്ന് മരണത്തിൻ്റെ പിടി വിട്ടുപോകും, നീ ജീവനുള്ളവളായിത്തീരും. ഇത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്ന. ശരിക്കും പറഞ്ഞാൽ ഈ സുവിശേഷം പറയാനായിട്ട് യേശു ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം വലുതും. എപ്പോഴും അത് മനുഷ്യന് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അല്ല, ഈശോ പറയുന്നതൊക്കെ സിമ്പിളായിട്ട് അത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയെന്നുള്ളത് എനിക്കിപ്പോഴും വിസ്മയമാണ്. കാരണം എന്ത് സിമ്പിളാണ് കുരിശിലെ സന്ദേശം എന്ന് പറയുന്നത്, എന്ത് സിമ്പിളാണ് അവർ നോക്കിയാൽ അല്ലേ? യേശുവിൻ്റെ ഓരോ കഥയും യേശുവിൻ്റെ ഓരോ ഉപമയും എന്ത് സിമ്പിളാണ്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റും? ക്രിസ്തീയതയുടെ അടിത്തറ തന്നെ, അല്ലെങ്കിൽ അടിസ്ഥാനമായ സന്ദേശം തന്നെ വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യമുള്ള, കലർപ്പില്ലാത്തതും നിസ്സാരമായിട്ട് മനസ്സിലാവുന്നതാണ്. പക്ഷെ അതിനെ വലിയ ചിന്തയിലൂടെ കൊണ്ടുവന്ന് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുള്ളൊരു തോന്നല എനിക്കുള്ളത്. ഈ രക്ഷിക്കുന്ന ദൈവവും ശിക്ഷിക്കുന്ന ദൈവവും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ ആയിരിക്കും അതല്ല. അത് പഴയ നിയമത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ക്രിസ്തുവിനെ മുൻനിർത്തി പഴയ നിയമത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടും പഴയ നിയമത്തിൻ്റെ പടിപടിയായിട്ടുള്ള വികാസ പരിണാമങ്ങളെ മനസ്സിലാകാത്തതുകൊണ്ടും സംഭവിച്ചതാണ്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായി കേട്ട് നോക്കാം. വാർകൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി. നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി.
നൽകുമൊരി കുടിനീർ ദാഹത്തെയകറ്റില്ല, ഞാൻ നൽകും സ്നേഹജലം തീർക്കും നിൻ പൈതാഹം. നീ നൽകുമൊരി കുടിനീർ ദാഹത്തെയകറ്റില്ല, ഞാൻ നൽകും സ്നേഹജലം തീർക്കും നിൻ പൈതാഹം. നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിട്ടു തരൂ ഭഗിനി. വിശ്വാസവരം ചൊരിയും ഈ ദിവ്യവചോ മധുരം, ഉൾക്കൊണ്ടാൽ മൃത്യുവിടും, ജീവൻ പകരം നിറയും. വിശ്വാസവരം ചൊരിയും ഈ ദിവ്യവചോ മധുരം, ഉൾക്കൊണ്ടാൽ മൃത്യുവിടും, ജീവൻ പകരം നിറയും. നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിട്ടു തരൂ ഭഗിനി. താതന്റെ സ്വരം തനയൻ, വിധിവാക്യമവൻ പറയും, നീ ചെയ്തതുപോലെ വരും, അവസാന വിധിക്കു ഫലം. താതന്റെ സ്വരം തനയൻ, വിധിവാക്യമവൻ പറയും, നീ ചെയ്തതുപോലെ വരും, അവസാന വിധിക്കു ഫലം. വാർക്കൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിട്ടു തരൂ ഭഗിനി. നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിട്ടു തരൂ ഭഗിനി. ഈ പാട്ടിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിധിക്കുന്നവൻ പുത്രനായതുകൊണ്ട് ഇനി പുത്രൻ എങ്ങനെ വിധിക്കുമെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ വിധിക്കുന്ന വിധിയാൽ മാത്രമേ പുത്രൻ തന്നെ വിധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ നല്ല വിധി എപ്പോഴും വിധിക്കുക. അതാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ. ഈ സ്ത്രീ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് പോവാണ്. നിങ്ങളും വാ എന്ന് പറഞ്ഞിട്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രേക്ഷിതയായിട്ട് അവൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആളെ കൊണ്ടുവരികയാണ്. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഈ സ്ത്രീയുടെ സാക്ഷ്യം ഉപകരിക്കുന്നു. ക്രിസ്തുവാണ് അവസാനത്തെ വിധി നടത്തുന്നവൻ. ആ വിധിയാളൻ പറയുകയാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ വിധിക്കുന്ന പോലെ വിധിക്കാം എന്ന് പറയുന്നത്. നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് കരുണയുണ്ട്, നിങ്ങൾ ശിക്ഷിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വലിയ സന്ദേശമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ജൈത്രയാത്രയുടെ ഒരു സന്ദേശം തന്നെയാണ്. അതെ, നമ്മളിപ്പോൾ ഏകദേശം 70 എപ്പിസോഡോളം നമ്മൾ തീർത്തു.
അച്ഛൻ്റെ 70 ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് മനസ്സ് തുറന്നാൽ ഏതെങ്കിലും പാട്ട് ഇനിയും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആൽബം ഇനിയും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഞാൻ ചോദിക്കാം. തീർച്ചയായിട്ടും 700 പാട്ടുകളെങ്കിലും ഞാൻ എഴുതിയതായിട്ട് ഞാൻ അടുത്ത കാലത്ത് എണ്ണി നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത്രയും പാട്ടുകളെല്ലാം നമ്മുടെ ശേഖരത്തിലില്ല, കുറേയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്കിൽ പോലും ഈ 700 പാട്ടുകളുടെ ഇടയിൽ ഇനിയും വളരെയേറെ പാട്ടുകളുണ്ട്. പിന്നെ നമ്മളെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്കിത് തൽക്കാലം പൂർത്തിയാക്കാമെന്നൊരു തോന്നൽ വന്നുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഇത് പറഞ്ഞത്. അപ്പം അങ്ങനെ എത്രയോ ആഴ്ച മുമ്പ് നമ്മൾ നിർത്തണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ 70 എപ്പിസോഡ് പോയി എന്നുള്ളത് വളരെ സംതൃപ്തിയോടെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനിയും പാട്ടുകൾ ഉണ്ടെന്നുള്ളത് സത്യം. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് എന്ന് പറയാവുന്നതൊക്കെയാണ് നമ്മളൊന്നിച്ച് തിരഞ്ഞെടുത്തത്. നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. കഴിഞ്ഞ 70 എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ 70 ഗാനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള ശാലോം പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വാർകൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി. വാർകൂന്തലഴിഞ്ഞെളിയിൽ നീരേറ്റുമിളം കുരുവി ദാഹിച്ചു വരുന്നരികിൽ നീരിറ്റു തരൂ ഭഗിനി. നീ നൽകുമൊരി കുടിനീർ ദാഹത്തെയകറ്റില്ല